Triple integral part 3 for BTech and BSc students. Example 7. Using the idea of triple integral, find the volume of the solid enclosed by the sphere x square plus y square plus z square equal to a square. Because of symmetry, we need to compute the volume in the first octant only. Hence, V is the total volume. Then first octantile volume കാണുക, എന്നിട്ട് 8 octant ആണ് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒക്ടന്റിൽ എങ്ങനെയാണ് കാണുക? ഫസ്റ്റ് ഒക്ടന്റിൽ എല്ലാം ലോവർ ലിമിറ്റ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ലോവർ ലിമിറ്റ് 0 ആയിരിക്കും. അപ്പർ ലിമിറ്റ് കാണാനായി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് കാണാനായിട്ട് ഇത് ആദ്യം നിങ്ങൾക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അപ്പോൾ സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരിക്കും. അതിന്റെ അപ്പർ ലിമിറ്റ് അതിവിടെ എഴുതി, അപ്പർ ലിമിറ്റ്. എന്നിട്ട് എക്സിന്റെ ലോവർ ലിമിറ്റ് കിട്ടി, എക്സിന്റെ അപ്പർ ലിമിറ്റ് കിട്ടാൻ വൈയുടെ ലോവർ ലിമിറ്റ് 0 ആണ്. വൈയുടെ അപ്പർ ലിമിറ്റ് കിട്ടാനായി നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷന്റെ അകത്ത് വൈ എക്സിന് സെഡിന് 0 കൊടുക്കും. സെഡിന് 0 കൊടുത്തു. അപ്പൊ എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആയി. അപ്പൊ വൈ സ്ക്വയർ ഇരിക്കുന്നതായിരിക്കും വൈ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതാണ് അപ്പർ ലിമിറ്റ്. ഇനി സെഡിന്റെ അപ്പർ ലിമിറ്റ് എക്സിന്റെ അപ്പർ ലിമിറ്റ് കാണാനായിട്ട് വൈക്കും സെഡിന് 0 കൊടുത്ത് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പൊ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ, അപ്പർ ലിമിറ്റ് ആയതുകൊണ്ട് എ ഇങ്ങനെ കിട്ടി. അതാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ. ഇതാണ് ട്രിപ്പിൾ 8 ഇൻറ്റു ട്രിപ്പിൾ ഇന്റഗ്രൽ 6 എന്ന് പറയുന്നത് ഇവിടെ ആ ഫസ്റ്റ് ഒക്ടന്റിൽ വരുന്ന ആ സ്പിയറിന്റെ പാർട്ടാണ് ഈ 6. ഇവിടെ 6 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ജി എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. 6 എന്ന് എഴുതിയാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അത് എക്സ് വൈ പ്ലെയിനുള്ള ഇമേജ് ആയിരിക്കും. ഓക്കെ, ഡി സെഡ് ഡി വൈ ഡി എക്സ്. ഓക്കെ, ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി സെഡിന് സെഡ് കിട്ടി. സെഡിന് അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഇതായി. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോർമുല നമുക്ക് ഓർമ്മ വേണം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ആ ഒരു ഫോർമുലയാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡി യു ഈക്വൽ ടു, ഈ ഫോർമുല ഓർമ്മ വേണം. ഡി യു ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് യു ബൈ 2. സൈൻ ഇൻവേഴ്സ് യു ബൈ 2 ആണ്. സൈൻ ഇൻവേഴ്സ് യു ബൈ 2 പ്ലസ് യു ബൈ 2 എ സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇതാണ് ഈ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. ഇവിടെ എ സ്ക്വയർ എന്നുള്ളത് ഇതിന് പോലെ എ സ്ക്വയർ എടുക്കാം, ഇതിന് പോരാ. അപ്പൊ ആദ്യം എന്താ? ആദ്യം നമ്മൾ റൂട്ട് ഓഫ് എ സ്ക്വയർ അതിന്റെ സ്ക്വയർ ഇതാണ് നമ്മൾ എടുക്കുന്നത്. എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് യു ബൈ എ. അപ്പം എ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 സൈൻ, ഇവിടെ സൈൻ ഇൻവേഴ്സ് ഉണ്ട്, സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ വൈ തന്നെ. സൈൻ ഇൻവേഴ്സ് യു ബൈ എ, സൈൻ ഇൻവേഴ്സ് യു ബൈ എ ആണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് യു ബൈ എ ആണ്. ഇത് എ ആണ്. സൈൻ ഇൻവേഴ്സ് യു ബൈ എ ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് യു ബൈ എ ഇതാണ്. യു ബൈ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ റൂട്ട്. അപ്പം എ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടി. പ്ലസ് യു ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ സ്ഥാനത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, മൈനസ് വൈ സ്ക്വയർ. ഒന്നും കൂടെ ഞാൻ പറയാം. ഫോർമുല ഇന്റഗ്രൽ എ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡി യു ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് യു ബൈ എ പ്ലസ് യു ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ
എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ ബൈ 2 എന്നുള്ളത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. യു ബൈ എ എന്നുള്ളത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതിൻ്റെ റൂട്ടാണ് എ. അപ്പോൾ ഇത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയി. സൈൻ ഇൻവേഴ്സ് വൈയുടെ സ്ഥാനത്ത് ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് വൈ ആണ്, പ്ലസ് യു ബൈ 2. അപ്പോൾ വൈ ബൈ 2 ഇങ്ങനെ കിട്ടി, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ്. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കണം. ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതാ ഇതിന് വൈക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 ആവും. സൈൻ ഇൻവേഴ്സ് 1. ഇനി അപ്പർ ലിമിറ്റ് അവിടെ കൊടുത്തു. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ വൈക്ക് അപ്പർ ലിമിറ്റ് എടുത്താൽ എന്താ, വൈക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് വൈക്ക് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് 0 ആയിപ്പോയി. അപ്പർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഇവിടെ കൊടുക്കുമ്പോൾ 0, ഇവിടെ ഇത് 1 കിട്ടി. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വൈക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 0 ആണ്, വൈയും 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തത് മാത്രമേ ഉണ്ടാവുള്ളൂ. എ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ, പൈ ബൈ 2 ആണ്. സൈൻ ഇൻവേഴ്സ് 1 ഈസ് ഇക്വൽ ടു പൈ ബൈ 2. അതാണ്. അപ്പോൾ പൈ ബൈ 2 8 × 8 ഡിവൈഡ് ബൈ 4 എത്രയാ, 2 പൈ ഇൻറ്റു 0 ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 2 പൈ പുറത്തെടുത്തു. എ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം എ സ്ക്വയർ എക്സ് മൈനസ് എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3. അപ്പർ ലിമിറ്റ് എ, ലോവർ ലിമിറ്റ് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 പൈ എ ക്യൂബ്. എ റേഡിയസ് ആയിട്ടുള്ള സ്പിയറിന്റെ വോളിയമാണിത്. 4/3 പൈ എ ക്യൂബ്. നമുക്ക് സാധാരണ നമ്മൾ 8th ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഒരു സ്പിയറിന്റെ വോളിയം, R റേഡിയസ് ആയിട്ടുള്ള സ്പിയറിന്റെ വോളിയം എത്രയാ, 4/3 പൈ ആർ ക്യൂബ്. ഇവിടെ എ റേഡിയസ് ആയിട്ടുള്ള സ്പിയറിന്റെ വോളിയം 4/3 പൈ എ ക്യൂബ്. മറന്നു പോകണ്ട. Example 8. Find the volume of the solid enclosed between the paraboloid z equal to 5x square plus 5y square and z equal to 6 minus 7x square minus y square. ഇപ്പോൾ ഇവിടുത്തെ 2 പരാബോളോയിഡ് ആണ്. അപ്പം ഇതിൻ്റെ z equal to 5x square plus 5 square എന്ന് പറയുന്ന പരാബോളോയിഡ് ഇതാണ് ആ പരാബോളോയിഡ്. എക്സിനും അതാണ് ഇത് മുകളിലേക്ക് ഇങ്ങനെ വരും. ഇത് എക്സിനും വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ z equal to 1 ഇവിടെ വരും. ഇതാണ് ആ പരാബോളോയിഡ്. z equal to 5x square plus 5y square എന്നുള്ളത്. ഇനി z equal to 6 minus 7x square minus y square എന്നുള്ളത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സെഡിന് എക്സിനും വൈക്കും 0 കൊടുക്കുക. എക്സിനും വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ, z equal to 6 ഈ പോയിന്റ് കിട്ടും. അപ്പം ആ പരാബോളോയിഡ് ഇതാണ്. ഇത് രണ്ടും ഇതൊരെണ്ണം, ഇത് രണ്ടാമത്. z equal to 6 minus 7x square minus y square. ആദ്യത്തെയോ z equal to 5x square. ഇതാണ് ആദ്യത്തെ. z equal to 5x square പ്ലസ് 5y square. 5x square പ്ലസ് 5 square. അപ്പോൾ 5x square ഇതാണ് ലോവർ ലിമിറ്റ്. z1 അതാണ് z1. ഇത് z1, ഇത് z2, ഇത് z2. മുകളിലേക്ക് വെച്ചിരിക്കുന്ന കൊട്ട, ഓപ്പൺ അപ്വേർഡ് ആയിട്ടുള്ള കൊട്ടയുടെ കൊട്ട ഇതാണ് 5x square പ്ലസ് 5y square. ഓപ്പൺ ഡൗൺവേർഡ് ആയിട്ടുള്ള കൊട്ട ഇതാണ്. അതാണ് 2 പരാബോളോയിഡ്. അത് പരാബോളോയിഡ് ആണ്, കൊട്ട പോലെ തന്നെ പരാബോളോയിഡ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ XY പ്ലെയിനിലുള്ള ഇമേജ് കാണണം, പ്രൊജക്ഷൻ കാണണം. XY പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ കാണാനായി നമ്മൾ ഈ രണ്ടിൻ്റെ z equal to 0 ആക്കുക. 5x square plus 5y square equal to z equal to 6 minus 7x square minus y square. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2x square plus y square equal to 1 എന്ന് കിട്ടി. 2x square plus y square equal to 1 എന്ന് കിട്ടി. അതാണ് 2x square plus y square equal to 1. അതാണ് ഇതാ പ്രൊജക്ഷൻ. 2x square plus y square equal to 1. എലിപ്സ് അതാണ്. അപ്പോൾ അതിന് നമുക്ക് y സ്ക്വയറിൻ്റെ ലിമിറ്റ് കാണാനായിട്ടോ, y സ്ക്വയറിൻ്റെ ലിമിറ്റ് ഉണ്ട്. y സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 2x സ്ക്വയർ ആണ്. അപ്പോൾ y ഈക്വൽ ടു
പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 മൈനസ് 2x². അതിന് ലോവർ ലിമിറ്റ് മൈനസ് ഇതാണോ വൈ ഇതാ ലോവർ ലിമിറ്റ് y ഈക്വൽ ടു മൈനസ് ഇതാ ഈ ഇവിടെ വരുന്നതാണ് -1 മൈനസ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് 2x². അപ്പർ ലിമിറ്റ് റൂട്ട് ഓഫ് 1 മൈനസ് 2x². അപ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 2x² ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് റൂട്ട് ഓഫ് 1 മൈനസ് 2x². അതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് എക്സിന്റെ ലിമിറ്റ് എടുക്കാനായിട്ട് y² ഈക്വൽ ടു 0 കൊടുത്താൽ 2x² ഈക്വൽ ടു 1. അപ്പോൾ x² ഈക്വൽ ടു 1/2. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2 ആണ്. 1/√2 എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√2. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 1/√2 ലോവർ ലിമിറ്റും എക്സ് ഈക്വൽ ടു 1/√2 അപ്പർ ലിമിറ്റുമാണ്. ഇതാണ് Z1 എന്ന് പറയുന്ന ഫിഗർ. Z1 ഈക്വൽ ടു G1 ഓഫ് XY. ഇത് Z2 ഈക്വൽ ടു G2 ഓഫ് XY. ഇത് പിന്നെ നമ്മൾ ടൈപ്പ് 2 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 6 ഇത് 6ന്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ കിട്ടിയ പോലെ തന്നെ ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഓളിയം കിട്ടും. ഈ ഇടയിലുള്ള ഈ ഓളിയ കിട്ടുന്നത് ഇനി ഇത് ആ ഓളിയം കിട്ടും. ഇനി നമ്മൾ ഇവിടെ നമ്മൾ രണ്ടിൻ്റെ കർവ് ഇന്റർസെക്ട് ചെയ്യുന്നത് നോക്ക്. രണ്ടിൻ്റെ കർവ് ഇതാ. ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇതാ ഇങ്ങനെ പോയി ഈ സൈഡിൽ കൂടെ വന്നു. ആ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇതിവിടെ ഇന്റർസെക്ട് ചെയ്യുന്നൊന്നുമില്ല. ഇത് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതൊരു എലിപ്സ് ആണ് അവിടെ കിട്ടുന്നത്. ആ എലിപ്സിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതിന്റെ XY പ്ലെയിനിലുള്ള ഇക്വേഷൻ ആണ് 2x² പ്ലസ് y² ഈക്വൽ ടു 1 എന്ന് കിട്ടിയത്. സോൾവ് ചെയ്യുക. 2x² പ്ലസ് y² ഈക്വൽ ടു 1 എന്ന് കിട്ടിയത്. 2x² പ്ലസ് y² ഈക്വൽ ടു 1 എന്ന് കിട്ടിയത് ഈ ഇക്വേഷൻ ആണ്. അപ്പൊ ഇനി R എന്ന് പറയുന്നത് ഇതാണ് 6. അപ്പൊ R എന്ന് പറയുന്ന അതിന്റെ പ്രൊജക്ഷനിൽ കൂടിയാണ് നമ്മൾ എക്സിനെയും വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ വളരെ സിമ്പിളാണ്. ഇന്റഗ്രേഷൻ നിങ്ങൾ പ്ലസ് 1 പഠിച്ച ഇന്റഗ്രേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പ്ലസ് 1 അല്ല, പ്ലസ് 2 പഠിച്ച ഇന്റഗ്രേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പ്ലസ് 2ന്റെ 63 വീഡിയോയ്ക്കകത്ത് ഇന്റഗ്രേഷന് 13 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കണം. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. dz dy dx ഇന്റഗ്രേറ്റ് ചെയ്താൽ വോളിയം കിട്ടും. ഇതിനെ dz-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സെഡിന്റെ അപ്പർ ലിമിറ്റ് ഇതാണ്. അപ്പർ ലിമിറ്റ് 6 മൈനസ് 7x² മൈനസ് y² മൈനസ് ലോവർ ലിമിറ്റ് ഇതാണ്. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ 6 -7 നിന്ന് -5 കുറച്ച് കഴിഞ്ഞാൽ -12, -1 നിന്ന് -5 കുറച്ച് കഴിഞ്ഞാൽ -6. അപ്പോൾ ഇങ്ങനെ കിട്ടി. അതാണ് വളരെ സിമ്പിളാണ്. അത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 6 ഇൻറ്റു ഇതിൻ്റെ 6 പുറത്തെടുത്ത് 6 × 1 മൈനസ് 2x². അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. മൈനസ് 2y³ ഇതാണ് 2y³ ഇൻറ്റു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6y² ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6y³ ആണ്. അപ്പോൾ 2y³. ഇതിന് നിന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വാല്യൂ കിട്ടും. 8 ഇൻറ്റു ലോവർ ലിമിറ്റ് ഇത്, അപ്പർ ലിമിറ്റ് ഇത്. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കണം. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് നിങ്ങൾ x ഈക്വൽ ടു 1/√2 സൈൻ തീറ്റ എന്ന് കൊടുക്കുക. എക്സിന് 1/√2 സൈൻ തീറ്റ എന്ന് കൊടുക്കുക. എന്നിട്ട് അപ്പം തീറ്റയുടെ വാല്യൂ എന്താവും? ഈ -1/√2 പ്ലസ് 1/√2 -1/√2 എന്നുള്ളത് -π/2 ആവും. പ്ലസ് 1/√2 എന്നുള്ള വാല്യൂ തീറ്റയുടെ വാല്യൂ എന്താവും? ഇവിടെ എക്സിന്റെ വാല്യൂ ആണ് ഇത് രണ്ടും. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 1/√2 സൈൻ തീറ്റ എന്നാകുമ്പോൾ തീറ്റയുടെ വാല്യൂ -π/2 ടു പ്ലസ് π/2 ഇങ്ങനെ കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ എക്സിന്റെ സ്ഥാനത്ത് 1/√2 സൈൻ തീറ്റ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കിട്ടും. ദെൻ ഇതിന് നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8/√2 ഇൻറ്റു ഇത് -2 പ്ലസ് ആയതുകൊണ്ട് അതിനെ 2 ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും. അതാണ് 2 ഇൻറ്റു ഇതിനെ 0 to π/2 എന്ന് എഴുതാം. അത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്.
0 to π/2 cos raised to 4 theta d theta. അങ്ങനെ എഴുതാം. അതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാ 8/√2. ഇതിനെ നമ്മൾ 8/√2 ഇതാണ് എഴുതുന്നത്. 8/√2 2 into 0 to π/2 cos raised to 4 theta എന്നുള്ളത് നമ്മുടെ വാൽസ് കൊസൈൻ ഫോർമുല അനുസരിച്ച്, വാലിസ് കൊസൈൻ ഫോർമുല എന്ന് പറയും. വാലിസ് അതാണ് വാലിസ് കൊസൈൻ ഫോർമുലയാണ്. ഫോർമുല അനുസരിച്ച് ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? അതിന്റെ വാല്യൂ നമ്മൾ 1/2 into 3/4 π/2 ആണ്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പഠിച്ചു. ഇത് 4 ആയതുകൊണ്ടാണ് 4 വരെ വരുന്നത്. ഇനി 6 ആണെങ്കിൽ 1/2 3/4 into 5/6 എന്ന് വരും. 8 ആണെങ്കിൽ 1/2 3/4 5/6 into 7/8 എന്ന് വരും. ഇതാണ് കിട്ടുക. ഇതിന്റെ ഇന്റഗ്രൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കൊസൈൻ ഫോർമുല അനുസരിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വേറെ ഏതെങ്കിലും മെത്തേഡിൽ റിഡക്ഷൻ ഫോർമുല എന്നൊക്കെ പറഞ്ഞു, അത് തന്നെ. അപ്പോൾ ഇത് എന്ത് കിട്ടും? 8 into 2 16, 4 into 2 into 2 16. അത് രണ്ടും കൂടെ പോയി. പിന്നെ എന്താ? 3π/√2. ഇതാണ് 3π/√2. അതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യുന്ന ഇന്റഗ്രേഷൻ ഇൻ അതർ ഓർഡേഴ്സ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് XY സോളിഡാണ് എന്ന് പറഞ്ഞാൽ XY പ്ലെയിനിലിരിക്കുന്ന ഒരു സോളിഡ് ഫിഗർ. ഇവിടെ ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വോളിയം കാണുന്ന മെത്തേഡാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇത് XY പ്ലെയിനിലിരിക്കുന്ന ഒരു സോളിഡാണ്. XY പ്ലെയിനിലിരിക്കുന്ന സോളിഡാണ്. അതുകൊണ്ട് ഇതിനെ XY സോളിഡ് എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഇതിന്റെ ഈ രണ്ട് താഴെ നിന്ന് വരുന്ന ഈ സോളിഡും മുകളിൽ നിന്ന് വരുന്ന സോളിഡും ഒരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുവാണ്. ഈ ഓവറായിട്ട് ക്രോസ് ചെയ്യുന്നത് നമ്മൾ എടുക്കുകയല്ല, ടച്ച് ചെയ്യുന്ന ഭാഗമാണ്. ഈ ടച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള വോളിയമാണ് നമ്മൾ കാണുന്നത്. ആ വോളിയം കാണാനായിട്ട് നമ്മൾ ഈ ടച്ച് ചെയ്യുന്ന ഇതിന്റെ പ്രൊജക്ഷൻ എടുക്കും. ഈ സോളിഡ് ഫിഗറിന്റെ പ്രൊജക്ഷൻ XY പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ എടുക്കും. അതിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. അത് ഇവിടെ കിട്ടും. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ R. ദെൻ സെഡിന്റെ ലോവർ എന്ന് പറയുന്നത് ഇതാണ്. Z equal to G1xy. ഇവിടെ ഇരിക്കുന്നത് Z equal to G1xy ഇന്റഗ്രൽ Z equal to G1xy to Z equal to G2xy dz dy dx ആണ്. അതാണ് നിങ്ങൾ ഓർക്കുന്നത്. ആദ്യത്തെ ഡബിൾ ഇന്റഗ്രൽ ഓവർ R ആണ്, ഈ പ്രൊജക്ഷൻ ആണ്. മൂന്നാമത്തെ ഡബിൾ ഇന്റഗ്രൽ ട്രിപ്പിൾ ഇന്റഗ്രൽ മൂന്നാമത്തെ ഇന്റഗ്രല് ലോവർ ലിമിറ്റ് G1xy to G2xy dv എന്ന് പറഞ്ഞാൽ dz dy dx. ഇനി നമ്മളിത് വേറെ തരത്തിൽ ഇരിക്കാന്ന് വിചാരിക്കുക. ഇതിപ്പോ XY പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഇനി YZ പ്ലെയിനിലാണ് ഇരിക്കുന്നത് വിചാരിക്കുക. YZ പ്ലെയിനിൽ ഇരിക്കുവാണെങ്കിൽ അത് X ആക്സിന് പാരലായിരിക്കും. ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ R എന്ന് പറയുന്നത് ഇതിന്റെ YZ പ്ലെയിനിലുള്ള ഇതാണ്, പ്രൊജക്ഷൻ ആണ് R. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഇതാണ് ഇന്റഗ്രേറ്റ്. പിന്നെ എക്സിന്റെ ഫംഗ്ഷൻ ആണ് കിട്ടുക. X equal to G1, ഇതാണ് G1yz to G2yz dx dy dz ആയിരിക്കും. ഇനി ഇത് ZX പ്ലെയിനിലായിരിക്കുന്നതിലായിരിക്കുക. ZX പ്ലെയിനിലാണെങ്കിൽ Y ആക്സിന് പാരലായിരിക്കും. അപ്പൊ ഇതിന്റെ ZX പ്ലെയിനിലാണ് ഇതിന്റെ R കിട്ടുക. ഇതിന്റെ പ്രൊജക്ഷൻ R ZX പ്ലെയിനിലാണ് കിട്ടുക. അപ്പം ആദ്യത്തെ ഡബിൾ ഇന്റഗ്രൽ ഓവർ R. മൂന്നാമത്തെ ഇന്റഗ്രലിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് തേർഡ് ഇന്റഗ്രൽ G1 of ZX to G2 of ZX dy dz dx ആയിരിക്കും. അത് നിങ്ങൾ ഓർമ്മയുണ്ടാകണം. ഇതിൽ സാധാരണ കേസിൽ ഫസ്റ്റ് XY സോളിഡിനെയാണ് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വരിക. YZ സോളിഡ് നമുക്ക് ഏതും XY സോളിഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഏതും നമുക്ക് XY യിൽ ചെയ്യാം, ദെൻ YZ ൽ ചെയ്യാം, ദെൻ
സെഡ് എക്സ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. തിയറം 3. ഇനി എക്സെഡ് സോളിഡ്, എക്സെഡ് പ്ലെയിനിലിരിക്കുന്ന സോളിഡ് എന്ന് പറഞ്ഞാൽ അത് വൈ ആക്സിന് പാരലായിരിക്കും. അപ്പൊ അതിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ y ഈക്വൽ ടു g2 എക്സെഡ് ടു y ഈക്വൽ ടു g1 എക്സെഡ് ആയിരിക്കും. y ഈക്വൽ ടു ലോവർ ലിമിറ്റ് g1 x1 x2, അപ്പർ ലിമിറ്റ് g2 എക്സെഡ്. അപ്പൊ ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡി സെഡ് ഡി എക്സോ അല്ലെങ്കിൽ ഡി എക്സ് ഡി സെഡോ ചെയ്യാം. അപ്പൊ ഇതൊരു എക്സെഡ് സോളിഡ് ആണ്. എക്സെഡ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് പ്രൊജക്ഷൻ എക്സെഡ് പ്ലെയിനിലായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതാണ്. ഇനി തിയറം 4. ഇനി വൈസെഡ് സോളിഡ്, ലെറ്റ് ജി ബി എ വൈസെഡ് സോളിഡ്. അങ്ങനെയാണെങ്കിൽ വൈസെഡ് പ്ലെയിനിലായിരിക്കും, സിംപ്ലി വൈസെഡ് പ്ലെയിനിലായിരിക്കും ഇരിക്കുക. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻ 6 കിട്ടുന്ന വൈസെഡ് പ്ലെയിനിലാണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ആദ്യം ചെയ്യേണ്ട വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ്. എക്സിന് x1 ടു x1 എന്ന് പറയുന്നത് g1 വൈസെഡ് ആയിരിക്കും. ടു x2 എന്ന് പറയുന്നത് വൈസെഡ് ഫംഗ്ഷൻ ഓഫ് വൈസെഡ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ എക്സാമ്പിൾ 9. ലെറ്റ് ജി ബി ദ വെഡ്ജ് ഇൻ ദ ഫസ്റ്റ് octant കട്ട് ഫ്രം ദ സിലിണ്ടറിക്കൽ സോളിഡ് y square plus z square less than or equal to 1 by the plane y equal to x and x equal to 0. Evaluate the triple integral over g z dv by integrating first with respect to x. അതാണ് ഇത് നമ്മൾ ആദ്യം ചെയ്തൊരു പ്രോബ്ലമാണ്. അവിടെ നമ്മൾ ഇതൊരു എക്സ് വൈ സോളിഡ് ആയിട്ടാണ് കണക്കാക്കിയത്. എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലിരിക്കുന്ന സോളിഡ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതേ സാധനത്തിന് നമ്മൾ വൈസെഡ്, ഇവിടെ നമ്മൾ ഇത് വൈസെഡ് പ്ലെയിനിൽ ഇരിക്കുന്നതായിട്ടാണ് തോന്നുക. ഓക്കെ, ദെൻ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ സർക്കിൾ മാത്രം, ഈ സിലിണ്ടറിന്റെ ഔട്ടർ സർക്കിൾ മാത്രം. വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. ഇതിനകത്ത് എക്സ് ഇല്ലാത്തതുകൊണ്ട് എക്സ് ആക്സിൽ കൂടെയാണ് ഇതിന്റെ സെന്റർ കടന്നു പോയത്, എക്സ് ഇല്ലാത്തതുകൊണ്ട്. ഇനി വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് വരും. ഈ ഇതിന് അകത്തുള്ള ഉള്ളിലുള്ള വരും, ഈ ഹോളോ അല്ല. മറ്റ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഹോളോ ആയിരിക്കും. വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഹോളോ ആയിരിക്കും. വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ സോളിഡ് സിലിണ്ടർ ആണ്. ഇവിടെ എക്സ് ആബ്സെന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി സെഡ് ആബ്സെന്റ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ സെഡ് ആബ്സെന്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും വരിക. ഇനി എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ വൈ ആബ്സെന്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അത് നിങ്ങൾ ഓർമ്മ വേണം. ഇവിടെ നമ്മൾ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഈ സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടർ, ഈ സോളിഡ് സിലിണ്ടർ ആണ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഈ സോളിഡ് സിലിണ്ടർ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ് ആക്സില് പാരലായിരിക്കും. ഇതിന്റെ ഈ സിലിണ്ടറിന്റെ സെന്ററും ഈ എക്സ് ആക്സിന്റെ സെന്ററും ഒന്ന് തന്നെയായിരിക്കും. അതിനെ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുക. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്ലെയിൻ സെഡ് ഇല്ലാത്തതുകൊണ്ട് സെഡ് ആക്സിന് പാരലായിരിക്കും. ഇതാണ്, ഇത് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് കൊണ്ട് കട്ട് ചെയ്യുക. ഇത് y ഈക്വൽ ടു ഇത് y, ഇത് എക്സ്. അപ്പൊ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ഈ പ്ലെയിൻ ആയിരിക്കും. ഈ പ്ലെയിന് അപ്പം ഈ സിലിണ്ടറിനെ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ സിലിണ്ടറിനെ ഈ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ഇതായിരിക്കും. ആ ഫിഗർ ഇതാ ഈ ഫസ്റ്റ് ഒക്ടന്റിൽ കിട്ടുന്ന എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, സെഡ് ഗ്രേറ്റർ ദാൻ ഓർ 0 ആണെങ്കിൽ ഇതായിരിക്കും ആ സോളിഡ് സ്പിയർ, സോളിഡ് ഇത് ആ സോളിഡ് ആയിട്ടുള്ള ഭാഗം, ആ വെഡ്ജ് എന്ന് പറയും. സോളിഡ് വെഡ്ജ് ജി എന്ന് പറയുന്നത് ഇതാണ് ഇതില്
ഇതിൽ താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. സെഡ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മുകളിലേക്കാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഈ സൈഡിലേക്കാണ്, വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതാണ് ഈ വെഡ്ജാണ്, ഇതാണ് ജി എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇതിന്റെ മുകളിൽ കൂടിയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇത് സെഡ്, ഇത് വൈ, ഇത് എക്സ്, ഇതാ ഈ പോർഷൻ. ഓക്കെ, ഇതിന്റെ മുകളിൽ കൂടിയായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യാം. വൈസെറ്റ് പ്ലെയിനിൽ ഇരിക്കുന്നത് ഈ പ്ലെയിനിൽ ഇരിക്കുന്നതായിട്ട് തോന്നും. വൈസെറ്റ് പ്ലെയിനില് ആ വൈസെറ്റ് പ്ലെയിനിൽ ഇരിക്കുമ്പോൾ അതിന്റെ ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സ് കൊണ്ടാണ്, ഇത് എക്സ്, ഇത് വൈ, എക്സ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് പോരുക. അപ്പൊ എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഈ ഒരു അപ്പം എക്സിന്റെ ലോവർ ലിമിറ്റ് 0, ഇത് വൈ ഈക്വൽ ടു എക്സ് ആണ്, എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പം അപ്പർ ലിമിറ്റ് വൈ. അതാണ്. നിങ്ങൾ ആ ഫിഗർ ഒന്ന് സോളിഡ് ഒന്നും കൂടെ കണ്ടോ. ദെൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ ആറ് എന്ന് പറയുന്നത് വൈസെറ്റ് പ്ലെയിനിലുള്ള ഇമേജ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ്, വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം സെഡ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതിന്റെ പ്രൊജക്ഷന് വൈസെറ്റ് പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ആദ്യം സെഡ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ സെഡ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെഡ് സ്ക്വയർ ഈക്വൽ ടു ഇത് വൈ സ്ക്വയർ വൈയിലേക്ക് പോകുമ്പോൾ സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ ആയി. സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ ആണ്. സെഡ് പോസിറ്റീവ് ആയിട്ട് സെഡിന്റെ അപ്പർ ലിമിറ്റ് റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ആദ്യം നമ്മൾ വൈനെ 0 to വൈയിലെടുത്തു. ദെൻ അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. പിന്നെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് വൈയുടെ ലിമിറ്റ് എടുക്കണം. വൈയുടെ ലിമിറ്റ് ഏതാ? വൈയുടെ ലിമിറ്റ് ഇതാണ് 0 to വൈയുടെ ലിമിറ്റ് 0 to 1 വൈയുടെ ലിമിറ്റ് അതാണ് 0 to 1. 0 to 1 വൈയുടെ ലിമിറ്റ് 0 to 1. ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റു സെഡ് ഡി എക്സ് ഡി സെഡ് ഡി വൈ. ആദ്യം സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെഡ് എക്സ്, അപ്പർ ലിമിറ്റ് വൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സെഡ് വൈ. ലോവർ ലിമിറ്റ് 0, അപ്പൊ സെഡ് വൈ കിട്ടി. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെഡ് വൈ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ സെഡ് സ്ക്വയർ ബൈ 2 ആണ് ഇൻറ്റു വൈ. ഇനി സെഡിന് അപ്പർ ലിമിറ്റ് റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ കൊടുക്കുമ്പോൾ സെഡ് സ്ക്വയറിന് റൂട്ട് 1 മൈനസ് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡി വൈ. ഇതാണ് 0 to 1/2 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡി വൈ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/8 ആൻസർ കിട്ടും. നമുക്ക് നേരത്തെ ചെയ്തപ്പോഴും 1/8 ആണ് ആൻസർ കിട്ടിയത്. നിങ്ങൾ അതുമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത എക്സാമ്പിള് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ പാരാബോളോയിഡ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് ദ പ്ലെയിൻ സെഡ് ഈക്വൽ ടു 2y. അതാണ് അതിന്റെ വോളിയമാണ് കാണേണ്ടത്. വോളിയം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് സെഡ് ഈക്വൽ ടു 2y. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഇത് കാണുമ്പോൾ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി ആണ്. അപ്പൊ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താവും? എക്സ് സ്ക്വയർ ഈക്വൽ ടു സെഡ് മൈനസ് വൈ സ്ക്വയർ. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താവും? എക്സ് ഈക്വൽ ടു മൈനസ് സെഡ് മൈനസ് വൈ സ്ക്വയറും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് പ്ലസ് സെഡ് മൈനസ് വൈ സ്ക്വയർ കിട്ടി. അതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതില് സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും വൈ 0 ആയി, എക്സ് 0 ആയി. ഇനി സെഡ് വൈ പ്ലെയിനിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ സെഡിന്റെ ഒരു വാല്യൂ എന്തായിരിക്കും? സെഡിന്റെ ഒരു വാല്യൂ വൈ സ്ക്വയർ ആയിരിക്കും. എക്സ് 0 ആയി പോയി. എക്സ് 0 ആയിട്ട് എടുക്കുന്നത് സെഡ് വൈ പ്ലെയിനിലാണ് എടുക്കുന്നത്. ഇനി സെഡ് വൈ പ്ലെയിനിലാണ് അതിന്റെ പ്രൊജക്ഷൻ 6 സെഡ് വൈ പ്ലെയിനിലാണ്. സെഡ് വൈ പ്ലെയിനിലാണ്.
അപ്പോൾ എക്സ് 0 ആയിരിക്കും. എക്സ് 0 ആയി കഴിഞ്ഞാൽ വാല്യൂ ആയിരിക്കുക സെഡ് ഈക്വൽ ടു വൈ സ്ക്വയർ. സെഡ് ഈക്വൽ ടു വൈ സ്ക്വയർ ഒരു വാല്യൂ ഒന്ന് നമുക്ക് സെഡ് ഈക്വൽ ടു 2y എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെഡിന്റെ വാല്യൂ വൈ സ്ക്വയർ ടു 2y അതും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി എക്സിന്റെ ഇനി നമ്മൾ വൈയുടെ ഇതാണ് കാണേണ്ടത്. വൈയുടെ ഇതാണ് വാല്യൂ ആണ് കാണേണ്ടത്. വൈയുടെ വാല്യൂ ആണ്. വൈയുടെ വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്യണം? അതാ സെഡ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇവിടെ സെഡ് ഈക്വൽ ടു വൈ സ്ക്വയർ ഉണ്ട്. ഇവിടെ സെഡ് ഈക്വൽ ടു 2y. അപ്പൊ സെഡ് ഈക്വൽ ടു വൈ സ്ക്വയറും സെഡ് ഈക്വൽ ടു, അപ്പം വൈ സ്ക്വയർ ഈക്വൽ ടു 2y. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് 2y ഈക്വൽ ടു 0. അപ്പോൾ y ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് 2ഉം വൈയുടെ ഒരു ലിമിറ്റ് y ഈക്വൽ ടു 0 ഒരു ലിമിറ്റും y ഈക്വൽ ടു 2 ആണ്. ഇതിന് y ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എന്താ? y ഈക്വൽ ടു 0 ഓർ y ഈക്വൽ ടു വൈ മൈനസ് 2 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് y ഈക്വൽ ടു 2. അങ്ങനെ 3 ലിമിറ്റും കിട്ടി. അതാണ്. അപ്പോൾ 3 ലിമിറ്റ്, അതിൻ്റെ 3 ലിമിറ്റും കിട്ടി. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിന് നമ്മൾ ഇനി ആദ്യം ഒരു എക്സ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് ഇതിനെ ആ ഒരു വൈസെറ്റ് പ്ലെയിൻ ഇരിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്. എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം ഇതിൻ്റെ അകത്ത് നിന്ന്. അത് കഴിഞ്ഞ് എക്സിന് 0 കൊടുക്കുമ്പോൾ സെഡിൻ്റെ വാല്യൂ കിട്ടും. സെഡിൻ്റെ വാല്യൂ വൈ സ്ക്വയർ മുതൽ വൈ വരെ 2y. ഇവിടെ സെഡിൻ്റെ വാല്യൂ വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ സെഡിൻ്റെ വാല്യൂ 2y എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈയുടെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് കിട്ടും. എക്സിന് അപ്പർ ലിമിറ്റ് സെറ്റ് മൈനസ് വൈ റൂട്ട് സെറ്റ് മൈനസ് വൈ സ്ക്വയർ, ലോവർ ലിമിറ്റ് മൈനസ് റൂട്ട് സെറ്റ് മൈനസ് വരെ. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പം 2 ഇൻറ്റു സെറ്റ് മൈനസ് വൈ സ്ക്വയർ കിട്ടും. 2 ഇൻറ്റു സെറ്റ് മൈനസ് വൈ സ്ക്വയർ ഡി സെറ്റ് എന്ന് കിട്ടും. അതാണ്, അത് കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് 2 ഇൻറ്റു സെറ്റ് മൈനസ് വൈ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. ഇതാ 4/3 ഇൻറ്റു സെറ്റ് മൈനസ് വൈ സ്ക്വയർ ഹോൾ ടു പവർ ഓഫ് 3/2 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് എന്താ? അപ്പർ ലിമിറ്റ് 2y, ലോവർ ലിമിറ്റ് വൈ സ്ക്വയർ. അതാണ്. അപ്പോൾ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0 to 2 ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് 2yയും ലോവർ ലിമിറ്റ് വൈ സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/3 2y മൈനസ് വൈ സ്ക്വയർ ഹോൾ ടു പവർ ഓഫ് 3/2 എന്ന് കിട്ടും. സിമ്പിളിന്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? y ഈക്വൽ ടു സൈൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനകത്ത് y ഈക്വൽ ടു സൈൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബൈ ബേക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ y ഈക്വൽ ടു 1 പ്ലസ് സൈൻ യു, y ഈക്വൽ ടു 1 പ്ലസ് സൈൻ യു ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് π/2 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. ദെൻ എക്സാമ്പിൾ 11. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ടെട്രാഹെഡ്രൺ ബൗണ്ടഡ് ബൈ ദ 3 കോർഡിനേറ്റ് സർഫസസ് x equal to 0, y equal to 0 and z equal to 0 and the plane x by a plus y by b plus z by c equal to 1. ഇവിടെ നേരത്തെ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 അത് കട്ട് ചെയ്യുന്ന പോയിന്റ് എക്സ് ഈക്വൽ ടു കോർഡിനേറ്റ് ആക്സിനെ എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 സെഡ് ഈക്വൽ ടു 1 കട്ട് ചെയ്യുന്നത്. ഇത് കോർഡിനേറ്റ് ആക്സിനെ എക്സ് ഈക്വൽ ടു എ വൈ ഈക്വൽ ടു ബി സെഡ് ഈക്വൽ ടു സിയിലാണ് കട്ട് ചെയ്യുന്നത്. ഈ ടെട്രാഹെഡ്രൺ ABC ആണ്. അപ്പോൾ നമ്മൾ ഇവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ട്രിപ്പിൾ ഇൻ്റഗ്രൽ DV എന്ന് പറഞ്ഞാൽ DZ DY DX. ഇതാണ്. ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സെഡ് ബൈ സി എന്താവും? സെഡ് ബൈ സി ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് എ 1 മൈനസ് വൈ ബൈ ബി വൈ ബൈ ബി മൈനസ് എക്സ് ബൈ എ. ഇതാണ്. അപ്പൊ സെഡ് എന്തായിരിക്കും? സെഡ് ഈക്വൽ ടു എന്തായിരിക്കും? സെഡ് ഈക്വൽ ടു ഈ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് സെഡ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ഇതുണ്ടാവും. സി ഇൻറ്റു 1 മൈനസ് വൈ ബൈ ബി മൈനസ് എക്സ് ബൈ എ.
ഇതിന്റെ ഫസ്റ്റ് ഒക്ടന്റിലായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ലോവർ ലിമിറ്റ് സെഡിന്റെ ലോവർ ലിമിറ്റ് 0 ആണ്. അത് കിട്ടി. എക്സിന്റെ ലോവർ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ വൈയുടെ ലിമിറ്റ് കാണണം. ഇനി എക്സ് വൈ പ്ലെയിനിലുള്ള ഇമേജ് കാണണം. എക്സ് വൈ പ്ലെയിനിലുള്ള ഇതിന്റെ പ്രൊജക്ഷൻ കാണണം. എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പ്രൊജക്ഷൻ കാണാനായിട്ട് ഈ സെഡ് ബൈ സെഡ് 0 ആക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പം വൈ ബൈ ബി ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ എ, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്താവും? വൈ ഈക്വൽ ടു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? വൈ ഈക്വൽ ടു ഇതാണ്ട സി കൊണ്ടാണ് മൾട്ടിപ്ലൈ. സി ഇൻറ്റു 1 വൈ ഈക്വൽ ടു സി ഇൻറ്റു ഇവിടെ നമ്മൾ വൈ ബൈ ബി ആണ്. ബി കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, സി അല്ല, ബി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. വൈ ഈക്വൽ ടു ബി ഇൻ മൈനസ് ബി എക്സ് ബൈ എ. വൈ ബൈ ബി ആണല്ലോ, അപ്പൊ ബി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. വൈ ഈക്വൽ ടു ബി മൈനസ് എക്സ് ബൈ എ. അത് കിട്ടി. ഇനി എക്സിന്റെ ലിമിറ്റാ കിട്ടേണ്ടത്. എക്സിന്റെ ലിമിറ്റ് എന്ത് ചെയ്യണം? എക്സിന്റെ ലിമിറ്റ് 2 0 ആക്കി കളഞ്ഞാൽ മതി. എക്സ് ബൈ എ ഈക്വൽ ടു 1. എക്സ് ബൈ എ ഈക്വൽ ടു 1. അപ്പൊ എക്സ് ഈക്വൽ ടു എ കിട്ടുക. 0 to a ഇത് കിട്ടി. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ സെഡ് കിട്ടും. സെഡിന് ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് കിട്ടി. സി ഇൻറ്റു 1 മൈനസ് വൈ ബൈ ബി മൈനസ് എക്സ് ബൈ എ. ഇനി അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1നെ സി പുറത്തെടുത്ത് ടേക്കിംഗ് ഔട്ട് സൈഡ് വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത വൈ സ്ക്വയർ ബൈ 2 കിട്ടി. ഇത് മൈനസ് എക്സ് വൈ വൈ ആണ്, ഇവിടെ വൈ കൊണ്ടാണ്. വൈ അപ്പർ ലിമിറ്റ് കൊടുക്കുക. വൈക്ക് അപ്പർ ലിമിറ്റ് ബി മൈനസ് ബി എക്സ് ബൈ എ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. നമ്മളിത് നേരത്തെ ഒന്ന് ചെയ്ത് കിട്ടിയതാ, നേരത്തെ ക്ലാസ്സിൽ ഇത് കിട്ടിയതാ. ഇത് കിട്ടി. ഇതിനെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് എയും ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ എ ബി സി ബൈ 6 എന്ന് കിട്ടും. നമുക്ക് നേരത്തെ ഇത് തന്നെ കിട്ടിയ ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതാണ്. ഏത് ഇന്റഗ്രേഷനിൽ ചെയ്തതാണ്. അവിടെ നമ്മൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. അവിടെ ഡബിൾ ഇന്റഗ്രേറ്റ് സെഡ് ഡി എന്നെടുത്തിട്ട് ചെയ്തു. അപ്പോഴും ഈ ആൻസർ കിട്ടി. ഇവിടെ ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡി വി എന്നെടുത്തു. അതാണ്. അപ്പൊ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ഒരേ ആൻസർ ഇവിടെ കിട്ടി. എ ബി സി ബൈ 6. ഓക്കെ, ഇവിടെ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ തീരുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഇൻ സ്പെറിക്കൽ ആൻഡ് സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ് ആണ്. അത് അടുത്ത വീഡിയോയിൽ. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.